ഇറാനെതിരായ ആക്രമണം പുനരാരംഭിച്ചേക്കുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ്. ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി ഇല്ലാതാക്കും വരെ സൈനിക നടപടി തുടരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കാൻ വീണ്ടും സൈനിക നീക്കം അനിവാര്യമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ നിലപാട്. על קיומה של מדינת ישראל ועל ארצות הברית בעולם החופשי דורות קדימה. אנחנו תומכים במאמץ ונותנים את הגיבוי הנדרש, אבל ייתכן ובקרוב יידרש לשוב ולפעול כדי להבטיח את מימוש היעדים. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുമെന്ന് തന്നെയാണ് ഈ ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഇറാനെതിരായ യുദ്ധം അത് ശക്തമാക്കും അല്ലെങ്കിൽ വീണ്ടും പുനരാരംഭിക്കും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഐസൻ. വിനോദ്, തീർച്ചയായും ഈ നിലപാട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഇറാൻ ഇപ്പോഴും സൃഷ്ടിക്കുന്ന ആ പ്രശ്നങ്ങൾ, അതായത് ഹോർമൂസിലെ പ്രതിരോധം സൃഷ്ടിക്കുന്നു, അതുപോലെ തന്നെ ആണവ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതരും അതുപോലെ തന്നെ ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെല്ലാം തന്നെ IRGC പോലുള്ള സംവിധാനങ്ങളുടെ പുറമേ നടക്കുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമാണ്. ആ രാജ്യം തന്നെയാണ്, അതായത് ഈ ഭീഷണി ഉയർത്തുന്നതിനെ അടിസ്ഥാനപരമായി ഇറാൻ കൈവശം വെച്ചിരിക്കുന്നത് ആണവായുധങ്ങളാണ്. ഈ ആണവായുധങ്ങളുടെ ഭീഷണി ഇല്ലാതായി ഭീകരരെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നൊരു പശ്ചാത്തലമുണ്ടാകുന്നതുവരെ ഇറാനുമായുള്ള വിഷയം സുരക്ഷിതമായി നിലനിർത്തുക സാധ്യമല്ല എന്ന നിലപാടാണ് ഇസ്രായേൽ കാട്സ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നിലവിലെ ആ സാഹചര്യം തുടരുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, കടുത്ത നിലപാടുകൾ അമേരിക്ക പലതവണ സ്വീകരിച്ചിട്ടും അതിനൊരു അനുകൂല നിലപാട് സ്വീകരിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്നൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോഴാണ് വീണ്ടും യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായേക്കാം, അത് പുനരാരംഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന നിലപാട് തന്നെ വളരെ കൃത്യമായി ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെ പശ്ചാത്തലമൊരുക്കുന്ന മറ്റു ചില സംഗതികൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ വഴി ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അമേരിക്ക തള്ളിയൊരു സാഹചര്യമുണ്ട്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇറാൻ നിർത്തണം. മാത്രമല്ല, ഇറാനിൽ സൂക്ഷിച്ചിട്ടുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം, 450 കിലോഗ്രാമോളം വരുന്ന യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതാണ് ഏറ്റവും ഗൗരവമേറിയൊരു വിഷയമായി നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയമെന്ന് പറയുന്നത് ഹോർമൂസിലെ പ്രതിസന്ധികൾ തീർക്കുക എന്നതാണ്. അതിൻ്റെ ഭാഗമായി ഹോർമൂസിലെ ഇറാൻ പോർട്ടുകൾക്ക് ഉപരോധം അതിശക്തമായി തുടരുന്നൊരു നീക്കവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി നിരവധി കപ്പലുകൾ തിരിച്ചുവിടേണ്ട സാഹചര്യം ഇറാനുണ്ടായി. അതുപോലെ തന്നെ ഇറാനിൽ നിന്നും കപ്പലുകൾക്ക് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള അതീവ സങ്കീർണമായ പല സാഹചര്യങ്ങളും അവിടെയും ഉണ്ടാകുന്നൊരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല വാർത്താ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പുറത്തു വന്നതുപോലെ ഇറാൻ പ്രസിഡന്റിൻ്റെ വളരെ കൃത്യമായൊരു നിലപാടുണ്ടായിരിക്കുന്നത്. ഇനിയും ക്ഷമിക്കാനാവാത്ത രീതിയിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന ഒരു സൂചനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇസ്രായേൽ വീണ്ടും നടപടികളിലേക്ക് നീങ്ങുമെന്നൊരു നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് നിലപാട് ഈ ഇൻടോളറബിൾ എന്നൊരു വാക്കാണ്, അതായത് ക്ഷമിക്കാനാവില്ല എന്നൊരു വാക്കാണ് ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാൻ്റെ നിർദ്ദേശങ്ങൾ അമേരിക്ക, അതായത് സമാധാന നിർദ്ദേശങ്ങൾ അമേരിക്ക തള്ളിയ പശ്ചാത്തലമുണ്ട്. അതുപോലെ തന്നെ ഹോർമൂസിലെ പ്രതിസന്ധി തുടരുന്ന നീക്കം ഇറാൻ തുടരുന്നുണ്ട്. ഇത്തരത്തിൽ ആണവ വിഷയങ്ങളിലും ഒരു തീരുമാനമാകാതെ നിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും വെല്ലുവിളി ഉയർത്തുന്ന, അവരുടെ ആഭ്യന്തര വിഷയത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന ഭീകരരെ പിന്തുണയ്ക്കുന്ന നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ആ പഴയ യുദ്ധ സാഹചര്യം ഉരുണ്ടുകൂടുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യം ഉരുണ്ടുകൂടുന്നു എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഉരുണ്ടുകൂടുന്ന യുദ്ധ സാഹചര്യങ്ങൾ തന്നെയാണ് ഇസ്രായേലിനെ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചേക്കുമെന്നൊരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ ഔദ്യോഗികമായി അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വ്യക്തമാണ്. വീണ്ടും യുദ്ധത്തിന്റെ തീവ്രമായ സാഹചര്യം തന്നെ രൂപപ്പെടുന്നു. ഇറാന്റെ ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കാൻ വീണ്ടും സൈനിക നീക്കം അനിവാര്യമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.